ലൈംഗികാതിക്രമ പരാതിയിൽ എം മുകേഷ് എംഎൽഎക്കെതിരെ കേസെടുത്തിരിക്കുന്നു പോലീസ്. ഒപ്പം തന്നെ നടി നൽകിയ പരാതിയിൽ 6 പേർക്കെതിരെ കൂടി പോലീസിന്റെ നടപടി ഉണ്ടാകുന്നു. അപ്പോൾ മുകേഷിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ രാജി ആവശ്യം ശക്തമായിട്ടുണ്ട്. അദ്ദേഹം നിലവിൽ അഭിഭാഷകരുമായി കൂടിയാലോചനകൾ നടത്തുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. CPIയിൽ ചില മുതിർന്ന നേതാക്കൾ അവരുടെ നിലപാട് അദ്ദേഹം രാജിവെക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ CPIയുടെ ഔദ്യോഗിക നിലപാട് അത് യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് അറിയുന്നു. അങ്ങനെ ഒട്ടേറെ വാർത്തകൾ വരാനിരിക്കുന്ന മണിക്കൂറുകളാണ് ഇനിയുള്ളത്. ഇപ്പോൾ സംഭവിക്കുന്ന വാർത്തകൾ എന്തൊക്കെയെന്നത് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലൈംഗികാതിക്രമ പരാതിയിൽ എം മുകേഷ് എംഎൽഎക്കെതിരെ കേസെടുത്തു. എറണാകുളം സ്വദേശിയായ നടിയുടെ പരാതിയിൽ മരട് പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. മുകേഷിനെതിരെ ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ബലാത്സംഗ കേസെടുത്തതിന് പിന്നാലെ മുഖ്യമന്ത്രിയോട് എം മുകേഷ് എംഎൽഎ കാര്യങ്ങൾ വിശദീകരിച്ചു. പരാതിക്കാരി പണം തട്ടാൻ ശ്രമിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും മുകേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കവും മുകേഷ് നടത്തുന്നുണ്ട്. മുകേഷിന്റെ തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും വീടുകൾക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. വിഷയം ചർച്ച ചെയ്യാൻ CPI അടിയന്തര എക്സിക്യൂട്ടീവ് വിളിച്ചു. ഞങ്ങളുടെ പ്രതിനിധികൾ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്, B ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന്, R അരുൺരാജ് കൊല്ലത്ത് നിന്ന്, ഒപ്പം VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന്, ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് തത്സമയ വിവരങ്ങളുമായി. ആദ്യം ഞാൻ പോകുന്നത് വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, ഇപ്പോൾ എം മുകേഷിനെതിരെയുള്ള കേസ് അത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ? മറ്റൊന്ന്, മുകേഷിന്റെ ഭാഗത്തുനിന്ന് ചില നീക്കങ്ങൾ നടക്കുന്നതായി, അദ്ദേഹം കൊച്ചിയിലുണ്ട് എന്ന വിവരം പുറത്തു വരുന്നു. അദ്ദേഹം അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തുന്നു എന്ന വിവരമുണ്ട്. വിശദാംശങ്ങൾ. അനുജ, പ്രധാനമായും 376(1) ബലാത്സംഗ വകുപ്പാണത്. 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ്. അത് ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 354 കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനെതിരെ ചുമത്തിയ വകുപ്പാണ്. ഒപ്പം വീട്ടിൽ അതിക്രമിച്ചു കയറി. ഈ 3 വകുപ്പുകളാണ് പ്രധാനമായും മുകേഷ് എംഎൽഎക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2 ദിവസം മുമ്പാണ് എറണാകുളം സ്വദേശിയായ നടി മുകേഷിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയത്. അതൊരു വെളിപ്പെടുത്തലായിരുന്നില്ല. പലതവണ തന്നെ എവിടെ വെച്ച് കണ്ടാലും മുകേഷ് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു സിനിമാ സെറ്റിൽ വെച്ച താൻ ഇയാളോട് മിണ്ടാതിരുന്നു. ഈ മുകേഷ് ഇത്തരത്തിൽ ലൈംഗിക ചുവയോട് സംസാരിക്കുന്നതുകൊണ്ടാണ് അയാളോട് ഒരു അടുപ്പം കാണിക്കാതിരുന്നത്. ഇതിൽ ഒരു വൈരാഗ്യം പൂണ്ട് ഇയാൾ തൻ്റെ ഫ്ളാറ്റിലേക്ക് അതിക്രമിച്ചു കയറി തന്നെ കടന്നു പിടിച്ചു എന്നുള്ളതായിരുന്നു ഈ നടിയുടെ വെളിപ്പെടുത്തൽ. പിന്നാലെ ഇന്നലെ രാവിലെയോടുകൂടി തന്നെ SIT സംഘം എത്തി നടിയുടെ മൊഴി രേഖപ്പെടുത്തി. SIT സംഘത്തിന് മുമ്പിലും മൊഴി ആവർത്തിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു നടി. ഇതിന് പിന്നാലെയാണ് ഈ സംഭവം നടന്ന മരട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് കേസ് കൈമാറിയത്. ഇന്ന് പുലർച്ചയോടുകൂടി FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 703 ആണ് ക്രൈം നമ്പർ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. മുകേഷിന് പുറമെ മറ്റ് 6 പേർക്കെതിരെയും നടിയുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. അതിൽ പ്രമുഖർ മണിയമ്പിള്ള രാജുവും അതോടൊപ്പം ഇടവേള ബാബുവും ജയസൂര്യയും എല്ലാം ആ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവർക്കെതിരെ എല്ലാം ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജാമ്യമില്ലാ വകുപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മുൻകൂർ ജാമ്യത്തിനായുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഫലം കാണുമെന്ന് ഇന്ന് അറിയാം. കാരണം ഇന്ന് VK പ്രകാശിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഇവരുടെ കേസുകളിൽ എന്തായിരിക്കും കോടതി സ്വീകരിക്കുന്ന നിലപാട്. പോലീസും അതനുസരിച്ചുള്ള നിലപാടുകളായിരിക്കും സ്വീകരിക്കുക. അപ്പോഴും ഈ FIR പറയുന്ന പ്രതികളെ കൃത്യമായി നിരീക്ഷിക്കാൻ കൃത്യമായ സന്ദേശം ജില്ലാ പോലീസ് മേധാവികൾക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നൽകിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അനുജ, അതെ, അതാണ് ഇന്നിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി ഉണ്ടായിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് തുടർ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, അതുപോലെ തന്നെ മുകേഷ് ഇതിൽ എന്ത് നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ളത് വളരെ നിർണായകമാകുമ്പോൾ ഈ വിഷയത്തിൽ പാർട്ടി, അതായത് CPIM പ്രതിരോധത്തിലാവുകയാണ് ഓരോ ദിവസം ചെല്ലും തോറും എന്നുള്ളതാണ്. B ദിലീപ് കുമാർ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ് കുമാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്കറിയാം വലിയ പ്രതിഷേധം സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. എം മുകേഷിന്റെ രാജി ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. അപ്പോഴും പക്ഷേ ഇതിൽ ആ തരത്തിലേക്കൊരു നിലപാടെടുക്കാൻ CPIM തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇവിടെ ഏറ്റവും ഒടുവിലായി വരുന്ന പ്രതികരണങ്ങൾ, 2 പ്രതികരണങ്ങൾ, EP ജയരാജൻ്റെതും MA ബേബിയുടേതും. EP ജയരാജൻ ഇങ്ങനെ ഒരു രാജിയുടെ ആവശ്യം എന്ത് എന്ന ചോദ്യം ഉന്നയിക്കുകയാണ്. അതിന് മുൻപുള്ള കീഴ്വഴക്കം, 2 കോൺഗ്രസ് MLA-മാരുടെ കീഴ്വഴക്കം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ MA ബേബിയുടെ കാര്യത്തിൽ ആ തരത്തിലേക്ക് അദ്ദേഹം നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇനി പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന നിലപാട്, പ്രത്യേകിച്ച് ഇടതുപക്ഷം എന്ന നിലയിൽ എന്ത് നിലപാട് അവർ എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാകും. ആ കാര്യത്തിൽ ഇപ്പോൾ എന്തിലേക്ക് കടക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പാർട്ടി അനുജ, CPIM-നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. മുകേഷ് വിഷയത്തിൽ തുടക്കത്തിൽ CPIM
കാര്യമായ പ്രതികരണത്തിനൊന്നും തയ്യാറായിരുന്നില്ല. മാത്രമല്ല MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയുടെ ആവശ്യം ഉദിക്കുന്നില്ല എന്ന നിലപാടായിരുന്നു CPIM നേതാക്കൾ കൈക്കൊണ്ടിരുന്നത്. പക്ഷേ വിഷയം കൂടുതൽ സങ്കീർണമാവുകയാണ്. ജാമ്യമില്ലാ കുറ്റം ചുമത്തി ബലാത്സംഗ കേസടക്കം ചുമത്തി CPIM MLAക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മുകേഷ് രാജിവെക്കണമെന്ന അഭിപ്രായം CPIMൽ ശക്തമാവുകയാണ്. പക്ഷേ പരസ്യമായി നേതാക്കൾ ഇക്കാര്യം സമ്മതിക്കുന്നില്ല. മുകേഷിൻ്റെ തട്ടകമായ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. CPIMൻ്റെ നേതൃത്വവുമായി യോജിച്ചു പോകുന്ന തരത്തിലല്ല മുകേഷിൻ്റെ പ്രവർത്തന ശൈലി. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അടക്കം തിരിച്ചടിക്ക് കാരണമായി എന്ന വിലയിരുത്തലും കൊല്ലത്തെ CPIM നേതാക്കൾക്കുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ഈ കേസ് കൂടി എത്തിയിരിക്കുന്നത്. സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് CPIM ഉയർത്തിപ്പിടിക്കുന്നതെന്നാണ് എപ്പോഴും അതിൻ്റെ നേതാക്കൾ അവകാശപ്പെടാറുള്ളത്. പക്ഷേ ആ അവകാശവാദം ശരിയാണോ എന്നതിന് ഇപ്പോൾ CPIM നേതൃത്വത്തിനൊരു പരിശോധനയ്ക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പ് അനുജ ചൂണ്ടിക്കാട്ടിയതുപോലെ LDF കൺവീനർ EP ജയരാജൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് കോൺഗ്രസിൻ്റെ 2 MLAമാർക്കെതിരെ നേരത്തെ സമാനമായ നിലയിലുള്ള ആരോപണം ഉയർന്നിരുന്നല്ലോ, കേസുകളുണ്ടല്ലോ. ആദ്യം ആ 2 പേർ രാജിവെക്കട്ടെ, പിന്നീട് മുകേഷിൻ്റെ രാജി, മൂന്നാമനായ മുകേഷിൻ്റെ രാജി എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. ഇത് നേരത്തെ തന്നെ വലിയ തോതിൽ വിമർശനമുയർന്നതാണ്. അത് കോൺഗ്രസിൻ്റെയും CPIMൻ്റെയും ശൈലി ഒന്നാണോ? സ്ത്രീപക്ഷ വിഷയങ്ങളിൽ 2 പാർട്ടികളും സ്വീകരിക്കുന്ന നിലപാടൊന്നാണോ? ആദ്യം മാതൃക കോൺഗ്രസ് ആണോ ഇക്കാര്യത്തിൽ CPIMന്? തുടങ്ങിയ വിമർശനങ്ങളാണ് ഇതിനകം തന്നെ ശക്തമായി ഉയരുന്നത്. ശരിയായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുകേഷിനെ ഒഴിവാക്കണം എന്ന അഭിപ്രായം പരസ്യമായി തന്നെ LDFിലെ ഘടകകക്ഷിയായ CPIയുടെ നേതാക്കൾ തന്നെ ആനി രാജയും പ്രകാശ് ബാബുവും ഒക്കെ അത്തരം നിലപാട് പരസ്യമായി തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ CPIM നേതാക്കൾ ഇപ്പോഴും ഒരു പരസ്യ നിലപാടിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും CPIM സംസ്ഥാന നേതൃത്വത്തിൻ്റെയും തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകമാവുക. ഏതായാലും CPIM മുകേഷിനെ കൈവിട്ടേക്കും എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കുമാർ, നമുക്കറിയാം രഞ്ജിത്തിന്റെ വിഷയം വന്നപ്പോൾ അന്ന് സാംസ്കാരിക മന്ത്രിയൊക്കെ സ്വീകരിച്ച നിലപാട്, രഞ്ജിത്തിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചതിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കൂടി കർക്കശമായ നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് എന്ന് അന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. അതുപോലൊരു ഇടപെടൽ ഈ വിഷയത്തിലും ഉണ്ടാകുമെന്നാണോ കരുതേണ്ടത്? അനുജ, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇടപെടൽ നിർണായകമായിരിക്കും. ഏതായാലും ഇത് മുകേഷിനെതിരെ മാത്രമല്ല ഇപ്പോൾ ആരോപണം ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പ്രേരിത ആരോപണം എന്നൊന്നും പറയാൻ കഴിയില്ല. മാത്രമല്ല സ്ത്രീകൾ ഉയർത്തിയിട്ടുള്ള പീഡന ആരോപണ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ നിലപാട് ഇതിന് പിന്നിലുണ്ട് എന്നൊന്നും പറയാൻ കഴിയില്ല. പല രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന താരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളാണ്. സിദ്ദിഖിനെ പോലെ കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നവർ കേസിൽ പ്രതികളാണ്. ആ നിലയിൽ പല രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരുമൊക്കെ ഈ കേസിൽ നടിമാരുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെയൊക്കെ കേസെടുത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയപരം എന്ന് CPIM ഈ കേസുകളെ ഒന്നും തന്നെ മാറ്റി നിർത്താൻ കഴിയാത്ത വിധത്തിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് CPIM നേതൃത്വത്തിൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഇടപെടലും തീരുമാനവും നേരത്തെ രഞ്ജിത്ത് വിഷയത്തിലടക്കം സ്വീകരിച്ചതുപോലെ മുകേഷിൻ്റെ കാര്യത്തിലും തീരുമാനിക്കേണ്ടി വരും. പക്ഷേ CPIMന് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി രാഷ്ട്രീയപരമായ ആലോചനകൾ ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം. കാരണം കൊല്ലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ അനുകൂലമാണോ, CPIMന് തിരിച്ചടിയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇക്കാര്യത്തിൽ പരിഗണനയ്ക്കെടുത്തേക്കാം. പക്ഷേ ഏത് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പരിഗണനയ്ക്കെടുത്താൽ പോലും CPIM ഇതുവരെ അനുവർത്തിച്ചു വന്ന, അതായത് ആരോപണ വിധേയരായ മറ്റു പാർട്ടികളുടെ നേതാക്കളുടെ കാര്യത്തിലൊക്കെ CPIM സ്വീകരിച്ചിട്ടുള്ള നിലപാടിനെ പിന്നോട്ടടിപ്പിക്കുന്നതാണോ ഇപ്പോൾ മുകേഷിന്റെ കാര്യത്തിൽ CPIM കൈക്കൊള്ളാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഇതിൽ മുൻപും പല ഘട്ടങ്ങളിലും മുകേഷ് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അത് കൊല്ലം ജില്ലാ നേതൃത്വവും ഒക്കെ പല ഘട്ടങ്ങളിലും മറ്റു പല വിഷയങ്ങളിലൊക്കെ മുകേഷിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിലും ജില്ലാ സെക്രട്ടേറിയറ്റ് മുകേഷിനെതിരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോഴൊക്കെ സംസ്ഥാന നേതൃത്വം മുകേഷിനെ സംരക്ഷിച്ചു നിർത്തുന്ന കാഴ്ച നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇനി ആ തരത്തിലേക്കൊരു സംരക്ഷണം പറയുമ്പോൾ അത് പാർട്ടിക്ക് ആകെ തന്നെ നാണക്കേടാകും. സ്ത്രീ സുരക്ഷ, ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ്, അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി മാറും എന്നുള്ളത് കൊണ്ട് ആ തരത്തിലേക്ക് പാർട്ടി പോകില്ല എന്ന് തന്നെയല്ലേ കണക്കാക്കേണ്ടത്? അനുജ, മുകേഷിൻ്റെ സ്ഥാനാർത്ഥി വിഷയത്തിലടക്കം, അതായത് 2016 CPIM സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് മുകേഷ് വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ, അന്ന് അദ്ദേഹം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നോമിനി എന്ന നിലയിൽ കൂടിയാണ് മുകേഷ് 2016
ഇടതുമുന്നണിയുടെ CPIM-ന്റെ സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് വരുന്നത്. കൊല്ലത്ത് CPIM നേതാക്കളെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്ന് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നിരുന്നത്. പക്ഷേ ജില്ലാ കമ്മിറ്റിയിലേക്ക് പിണറായി വിജയൻ കടന്നു വരികയും കൊല്ലത്ത് സ്ഥാനാർത്ഥിയായി മുകേഷിൻ്റെ പേര് അദ്ദേഹം നിർദ്ദേശിക്കുകയുമായിരുന്നു. പിന്നീട് പല ഘട്ടങ്ങളിലും ഇത് ജില്ലാ നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ പ്രാദേശിക നേതാക്കൾക്കുമൊക്കെ മുകേഷിൻ്റെ ശൈലി, മുകേഷ് ഒരു സജീവ രാഷ്ട്രീയക്കാരനായിരുന്നില്ല. മുകേഷിൻ്റെ കുടുംബം CPI കുടുംബമായിരുന്നു. അച്ഛൻ O മാധവൻ, അദ്ദേഹം അറിയപ്പെടുന്ന നാടക പ്രവർത്തകനായിരുന്നു. അമ്മ അറിയപ്പെടുന്ന നാടക നടിയൊക്കെ ആയിരുന്നു. മാത്രമല്ല O മാധവൻ ദീർഘകാലം കൊല്ലത്ത് തന്നെ വടക്കേവിള പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി, CPIയുടെ പ്രസിഡൻ്റായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു CPI കുടുംബമായിരുന്നു മുകേഷിൻ്റേത്. അവിടെ നിന്നാണ് മുകേഷിനെ ആദ്യം സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് MA ബേബി അദ്ദേഹവുമായുള്ള സൗഹൃദത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തെ മുകേഷിനെ നിയോഗിക്കുന്നത്. പിന്നീട് കൊല്ലത്ത് CPIM-ന്റെ സ്ഥാനാർത്ഥിയായി മുകേഷ് വരുന്നു. അങ്ങനെയുള്ള മുകേഷിൻ്റെ അത്തരത്തിൽ, അതായത് ഒരു പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തിന് ഒരു പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ശൈലി തന്നെ പ്രാദേശിക നേതാക്കൾക്കൊക്കെ പലപ്പോഴും എതിർപ്പുണ്ടാക്കിയിട്ടുള്ളതുമാണ്. പക്ഷേ പിന്നീട് ഈ എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ട് 2 തവണ കൊല്ലത്ത് മുകേഷ് വിജയിക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി, 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് NK പ്രേമചന്ദ്രനോട് മുകേഷ് പരാജയപ്പെട്ടത്. ആ കനത്ത തോൽവി CPIM-നെ സംബന്ധിച്ച്, ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ചൊക്കെ മുകേഷിൻ്റെ പ്രവർത്തന ശൈലിയോടുള്ള കടുത്ത വിയോജിപ്പ് ജനങ്ങൾക്കുണ്ട് എന്ന കാര്യം അടിവരയിട്ട് പറയുന്നതിന് കാരണമായിട്ടുണ്ട്. പക്ഷേ മുകേഷിനെ കൈവിടാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ മുകേഷ് അകപ്പെട്ടിരിക്കുന്ന ഈ കേസ്, ബലാത്സംഗ കുറ്റമുണ്ട്, അതോടൊപ്പം തന്നെ ജാമ്യമില്ലാ കുറ്റമുണ്ട്. ഈ കേസിൽ ഇത്തരത്തിൽ ഒരു CPIM-ന്റെ MLA ആദ്യമായി പ്രതിയാകുന്നു എന്ന കാര്യം കൂടിയുണ്ട്. അതൊക്കെ കണക്കിലെടുത്ത് CPIM നേതൃത്വം എന്ത് നിലപാടായിരിക്കും കൈക്കൊള്ളാൻ പോവുക എന്നതാണ് ഇനി അറിയാനുള്ളത്. അതെ, എന്ത് നിലപാടിലേക്ക് എത്തും മുകേഷിന്റെ കാര്യത്തിൽ CPIM എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിലപാട് ഒരുപാട് വൈകില്ല എന്നുള്ളത് കൂടിയാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അരുൺ രാജ് കൂടി കൊല്ലത്ത് നിന്ന് തത്സമയം ചേരുന്നുണ്ട്. അരുൺ രാജ്, ഇതിൽ ഏറ്റവും പ്രധാനം CPIM സ്വീകരിക്കാൻ പോകുന്ന നിലപാട് തന്നെയാണ്. B. ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ അതിൽ മുഖ്യമന്ത്രി ഇടപെടുമോ എന്നൊക്കെയുള്ളതും പ്രധാനപ്പെട്ടതാകുമ്പോൾ മുഖ്യമന്ത്രിയെ M. മുകേഷ് കാര്യങ്ങൾ ധരിപ്പിച്ചു എന്ന തരത്തിലേക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. അത് ഏത് തരത്തിലേക്കാണ്? ഒരു വിശദീകരണം കഴിഞ്ഞ ദിവസം മുകേഷ് പുറത്തിറക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ആരോപണം ഉന്നയിച്ച നടി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചത്, അവരുടെ ഭർത്താവ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നതൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചത്? അദ്ദേഹം നിലവിൽ തിരുവനന്തപുരത്ത് ഇല്ലല്ലോ. അനുജ, തീർച്ചയായും കഴിഞ്ഞ ദിവസം കൊച്ചിയിലുണ്ടായിരുന്ന M. മുകേഷ് ഇന്നലെയാണ് അടിയന്തരമായി തന്നെ തിരുവനന്തപുരത്തെത്തിയത്. തിരുവനന്തപുരത്തെത്തിയ ശേഷം അദ്ദേഹം ഈ സംഭവത്തിൽ, ഈ ആരോപണങ്ങളിലടക്കമുള്ള വിശദീകരണം മുഖ്യമന്ത്രിക്ക് മുമ്പാകെ വിവരിച്ചു എന്നുള്ളതാണ് M. മുകേഷിന്റെ ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നത്. മുകേഷ് ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് തനിക്കെതിരെ ആരോപണങ്ങൾ വരാനുള്ള സാഹചര്യം എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഈ പരാതിക്കാരിയുമായി മുകേഷ് നേരത്തെ സംസാരിച്ചതിന്റെയും ഈ പരാതിക്കാരി മുകേഷിനെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നതിന്റെയും തെളിവുകൾ മുഖ്യമന്ത്രി മുമ്പാകെ M. മുകേഷ് കൈമാറി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നമുക്ക് മുകേഷിന്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇങ്ങനെയാണ്: ഈ പരാതിക്കാരി നേരത്തെ തന്നെ ഇത്തരം ഒരു ആരോപണം മുകേഷിന് മുമ്പാകെ വെച്ചു. പണം ആവശ്യപ്പെട്ടു, ലക്ഷങ്ങളാണ് ആവശ്യപ്പെട്ടത്. ആ ഘട്ടത്തിൽ, ഈ ലക്ഷങ്ങൾ ആവശ്യപ്പെട്ട ഘട്ടത്തിൽ മുകേഷുമായി ആശയവിനിമയം നടത്തിയവർ വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചു എന്നുള്ളതാണ് M. മുകേഷ് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില വാട്സപ്പ് ചാറ്റുകളും മുഖ്യമന്ത്രിക്ക് മുമ്പാകെ M. മുകേഷ് കൈമാറിയിട്ടുണ്ട്. ഇതിനുശേഷം ഈ പരാതിക്കാരിയുടെ തന്നെ ഒരു ഭർത്താവ് എന്ന രീതിയിൽ ഒരാൾ എത്തുകയും അയാൾ ഈ മുകേഷുമായി സംസാരിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങളും കൈമാറി. ഇതിൽ വഴങ്ങാതെ വന്നതോടെയാണ് തനിക്കെതിരെ ആരോപണം ഉണ്ടായത് എന്നുള്ളതാണ് മുകേഷ് മുഖ്യമന്ത്രിക്ക് മുമ്പാകെ നൽകിയ വിശദീകരണത്തിൽ, അല്ലെങ്കിൽ മറുപടിയിൽ കൃത്യമായി ഉള്ളത്. എന്തായാലും ഈ വിശദീകരണം നൽകി മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെ M. മുകേഷ് ഇപ്പോൾ കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കൊച്ചിയിലാണ് അദ്ദേഹം നിലവിലുള്ളത്. അഭിഭാഷകരുമായി കൂടിയാലോചിച്ച് ഇന്ന് തന്നെ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം നടത്തും എന്നുള്ളതാണ് ലഭിക്കുന്ന ഉറച്ച വിശ്വാസം. പക്ഷേ ഈ തെളിവുകൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്കോ അല്ലാതെയോ പുറത്തേക്ക് വിടേണ്ടതില്ല എന്ന നിലപാട് M. മുകേഷ് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഘടകകക്ഷി നേതാക്കൾ ആരെങ്കിലും തന്റെ രാജി ആവശ്യപ്പെട്ടോ അല്ലെങ്കിൽ M. മുകേഷിന് രാജി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയോ ആരെങ്കിലും സമീപിക്കുകയോ ചെയ്താൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഘടകകക്ഷി നേതാക്കളുമായി മുഖ്യമന്ത്രിയോ പാർട്ടിയോ കൈമാറും, അല്ലെങ്കിൽ ഇതുവരെ വിവരങ്ങൾ പരസ്പരം പങ്കുവെക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത് CPI നേതൃത്വത്തെ ഇക്കാര്യങ്ങൾ അറിയിക്കാൻ കൂടി CPM തീരുമാനമെടുത്തിട്ടുണ്ടെന്ന വിവരം വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, പക്ഷേ അത്തരമൊരു വിശദീകരണത്തിൽ M. മുകേഷ് നിൽക്കുമ്പോൾ അത് സ്വീകാര്യം എത്രത്തോളം എന്ന് ഉള്ള ഒരു മറുചോദ്യം ഇപ്പുറത്ത് നിൽപ്പുണ്ട്. കാരണം എന്തിനാണ് പരാതിക്കാരി മറ്റൊരാളെയും സമീപിക്കാതെ M.
മുകേഷ് എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയിലേക്ക് ടാർഗറ്റിലേക്ക് എത്തിയതെന്ന ചോദ്യം സ്വാഭാവികമായും അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഉയർന്നു വരുന്ന ചോദ്യത്തിന് മുകേഷ് ആയിരിക്കും ഇനി കൂടുതൽ വിശദീകരണം മറ്റൊന്ന് നൽകേണ്ടി എന്തുകൊണ്ട് വരിക. പരാതിപ്പെട്ടില്ല? ഒരു ബ്ലാക്ക് മെയിൽ ഇങ്ങനെ വിധേയനാകുമ്പോൾ പ്രത്യേകിച്ച് ജനപ്രതിനിധി കൂടിയായ മുകേഷ് എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന ചോദ്യവും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു കേട്ടതാണ്. അതുകൊണ്ട് ഈ വിശദീകരണം എത്രത്തോളം നിലനിൽക്കുമെന്നും നമുക്കറിയില്ല. അരുൺ രാജ്, ഇപ്പോൾ കൊല്ലത്ത് അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് വാഹനങ്ങൾ വരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു നേരത്തെ. അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ പോലും അപ്പോൾ പ്രതിഷേധം ഇന്നും ഉണ്ടാകാനുള്ള സാധ്യതയാണോ ഉള്ളത്? അനുജ, കൊല്ലത്തെ ഓഫീസിലും വസതിക്ക് മുമ്പിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഈ ആരോപണം വന്നതിന് തൊട്ട് പിന്നാലെ ഉള്ളത്. എന്തായാലും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം ആഹ്വാനം ചെയ്തിട്ടുള്ള പ്രതിഷേധ കൂട്ടായ്മയാണ്. മുകേഷ് രാജിവെക്കുക, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ഇതിൽ വളരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് KPCCയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം DCC ആണ് ഈ സമരം ഇപ്പോൾ നടത്തുന്നത്. മുകേഷിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം അത് ജില്ലാതലത്തിൽ, ജില്ലാ സെന്ററിൽ തന്നെ അവർ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഈ ലക്ഷ്യം. ഈ പ്രത്യക്ഷ സമരങ്ങളും പ്രതിഷേധങ്ങളും നടക്കുന്നതിനൊപ്പം ഈ പൊതുസമൂഹത്തിന് മുമ്പാകെ ഇക്കാര്യങ്ങളിലുള്ള വിശദീകരണം കൂടി നൽകുക എന്നുള്ളതാണ് ഇത്തരം പ്രതിഷേധ കൂട്ടായ്മയിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രവർത്തകരെ ഇവിടേക്ക് എത്തിച്ച് ഈ വിഷയത്തിൽ കൂടുതൽ ഒരു സ്വീകാര്യത, ഈ വിഷയത്തിന്റെ നിലപാടുണ്ട് എന്നുള്ളത് വിശദീകരിക്കാൻ തന്നെയാണ് തീരുമാനം. കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ളവർ യോഗത്തിൽ നിന്ന് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഒരു ഭാഗത്ത് മുകേഷിന്റെ രാജിക്കായുള്ള മുറവിളി. അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. നടിയുടെ പരാതിയിൽ മരട് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുമ്പോൾ ഇതിൽ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം മുകേഷ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത് എന്നതിന്റെ വിശദീകരണം അത് മാധ്യമങ്ങൾക്ക് നൽകിയത് മുഖ്യമന്ത്രിയെയും ധരിപ്പിച്ചിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട വിവരം. CPIയുടെ ഭാഗത്തുനിന്ന് ചില ആവശ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ, മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് ചില ആവശ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇനി CPIM എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ്. ഇതിനോടകം തന്നെ EP ജയരാജന്റെ ഒക്കെ പ്രതികരണം വരുമ്പോൾ രാജി വയ്ക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള പ്രതികരണം. അങ്ങനെ വാർത്തകൾ വരാനിരിക്കുന്നു. നമ്മൾ ഈ വാർത്തകളിലേക്കൊക്കെയാണ് എത്തുന്നത്.